കളിച്ചും ചിരിച്ചും കഥകൾ പറഞ്ഞും കണ്ണീർ വറ്റാത്ത കണ്ണുകളുണ്ട്. കളിച്ചും ചിരിച്ചും കഥകൾ പറഞ്ഞും കണ്ണീർ വറ്റാത്ത കണ്ണുകളുണ്ട്. ചിരിച്ചും ക്ഷമിച്ചും ചിരിക്കാൻ കൊതിച്ചും കണ്ണീരൊഴുകുന്ന കണ്ണുകളുണ്ട്. കളിച്ചും ചിരിച്ചും കഥകൾ പറഞ്ഞും കണ്ണീർ വറ്റാത്ത കണ്ണുകളുണ്ട്. ഒരു വീടി പഠിപ്പിക്കാലോ. എന്താണ് കാണിക്കുന്നേ? വകതിരിവില്ലേ? എന്തിന് ചൂടാന്നേന്ന്? ഓരോന്ന് വന്നോളും. നേരെ വെളുക്കുമ്പോളെ മനുഷ്യന്മാരും വെനക്കെടുത്താൻ. എന്തെന്ന് ഞാനൊന്ന് പോക്കാൻ വിചാരിച്ചല്ലേ. നിർത്തടാ, കുറെ നേരമല്ലേ തുടങ്ങിയിട്ട്. എന്റെ വീടി, എന്റെ കാശ്, എന്റെ തടി, നിങ്ങൾക്ക് എന്താക്കണോ? ഓ അങ്ങനെയാണോ? ആ അങ്ങനെ. എന്റെ വീട്ടില, എന്റെ അടുക്കോ, എന്റെ ചുണ്ണാമ്പ്, എന്റെ വായി, എന്റെ പുക, എന്റെ അടുപ്പ്. എന്തി തള്ളക്കാടിച്ച്. സോമ പെടും, പെട്ടുപോകും. പെട്ടവരും പെടാൻ പോകുന്നവരും ഈ കൂട്ടത്തിൽ പലരും. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? പേപ്പട്ടി വിഷബാധ ഏൽക്കാതിരിക്കാൻ വാക്സിൻ എടുത്ത 300 പേരിൽ നിന്ന് 150 പേർ മരിച്ചു. ബാക്കിയുള്ളവർ എത്ര വീട്ടിൽ നിന്ന് മരിക്കും? മരിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം അവർ ഞങ്ങളെ കൊല്ലും. അതാ പേടി. പേടിക്കണ്ട, അവരും വരിവരിയായി ചത്തോളും. കൊറോണക്ക് വാക്സിൻ കൊടുത്തവരൊക്കെ ചത്തോ? ഇല്ലല്ലോ, വർഷം 2 കഴിഞ്ഞല്ലേ ഉള്ളൂ. ബാക്കി 150 പേരില്ലേ, അതൊക്കെ ചത്തോളൂ. ഇതെന്ത് ಕೂತ್ಕೊಳ್ಳು, ಇಲ್ಲಿ ಯಾರಿಗೂ ಮರಲಿಲ್ಲ. നാട്ടിലും വീട്ടിലും സമാധാനം ഇല്ലാഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇവിടെയും സമാധാനം ഇല്ലാന്ന് വെച്ചാ എന്താ മാഷ ഇവിടെ സമാധാനക്കുറവ്? ഇവിടെ സുഖമല്ലേ? എല്ലാവരും അവരവരുടെ ജീവിതാനുഭവങ്ങൾ വിളിച്ചു പറയുന്നു, പങ്കുവെക്കുന്നു. അതിലെന്താ? മോനെ ബഷീറേ, നിനക്കൊരു ടെൻഷനും ഇല്ല. ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ സങ്കടമായിരിക്കും, സഹതാപായിരിക്കും. സങ്കടങ്ങളും ബേജാറൊക്കെ മറക്കാനല്ലേ പുണ്യസ്ഥരായ നമ്മളിവിടെ കൂടിയത്. ഓരോരുത്തരുടെ സങ്കടങ്ങളും വേവലാതികളും പറഞ്ഞ് നമുക്ക് സന്തോഷിക്കാം. അന്നൊരു നാൾ നമ്മളെല്ലാം ഓടി ഓടി പാട്ടുപാടി. ഇന്ന് നമ്മൾ ഓടി വന്ന് ചാടി വീണ് നൃത്തമാടി. ജാതി മത ഭ്രാന്തൊഴിഞ്ഞ് ജാടയില്ലാതാടിയാടി. നാം മനുഷ്യർ, നമ്മൾ മനുഷ്യർ, സ്നേഹമതം സ്വന്തമാക്കി. താനെ താനാനെ താനാനോ, താനെ താനെ താനാനെ താനാനോ, താനെ താനാനെ താനാനോ, താനെ താനെ താനാനെ താനാനോ, താനെ താനാനോ താനാനോ. തന്റെ മുഖത്ത് തന്റെ കണ്ണില്ലേ? കണ്ണല്ല, ചന്തിയല്ലേ? ചന്തിയ പോയിക്കോളണം. ഇതിലൊരു കയറ് നടന്നു പോന്നാണ്ടിനാ. കയറോ? കയറ് സഞ്ചാരവും തുടങ്ങിയോ? വെറും കയറല്ല, അതിന്റെ അറ്റത്ത് ചെറിയൊരു പോത്തും കൂടി ഉണ്ടായിരുന്നു. പോത്തോ? പോത്തല്ലേ ഇവിടെ ഇരിക്കുന്നുള്ളത്? ഞാൻ പോത്താ? ആര് പറഞ്ഞു? ആ പോത്തല്ല. പിന്നേത്? ചേച്ചി, നിങ്ങൾ പോത്തല്ലേ? ദാ ആ പോത്താ. ബാ ബാ ബാടാ, ബാ 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 മോനെ ബാ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? മനസ്സ് പൊട്ടിപ്പൊളിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും ചിരിക്കാനുള്ളൊരു വകയുണ്ടല്ലോ. നമ്മളെല്ലാം കരഞ്ഞോണ്ട് വന്നവരല്ലേ, നമ്മളൊക്കെ ചിരിച്ചോണ്ട് പോവണ്ടേ? ഒരിക്കലും വെളിച്ചം ദുഃഖമല്ല, വെളിച്ചമെന്നും വെളിച്ചം തന്നെയാണ്. മോള് വിഷമിക്കണ്ട, പടച്ചോന്റെ ഭൂമി വിശാലമാണ്. നമുക്ക് എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാവും. ഈ വെയില് കുറയുന്നവരെ നമുക്ക് അവിടെ നിൽക്കാം. ഇതൊക്കെ ആരാ? ഇവിടെ കുറെ ആൾക്കാരുണ്ടല്ലോ. മോളെ ഓറ് എന്താ പറഞ്ഞേ? എനിക്കറിയില്ല. ചിലപ്പോ നമ്മളിനി അങ്ങോട്ട് പോണ്ടാന്നിരിക്കോ? അങ്ങനെ ആയിരിക്കൂല. എന്താ ഇവിടെ നിൽക്കുന്നേ? ഇങ്ങോട്ടേക്ക് വന്നോളൂ, മടിക്കണ്ട, വന്നോളൂ. ആരെ കണ്ടാലും രണ്ടേ മക കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. ഇനി 3 മകാന്ന് വിളിച്ചൂടെ? ഈ കുടുംബത്തിലേക്ക് ഞങ്ങളെയും കൂടി അംഗമാക്കാനാണോ? ഈ കുടുംബത്തിലേക്ക് അംഗത്വം ആവശ്യമില്ല. ഏത് രാജ്യക്കാർക്കും ഏത് ദേശക്കാർക്കും ആവാം. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാ. നാമെല്ലാം വലിയൊരു യാത്രകളൊരുക്കത്തിലാണ്. നല്ലവരായ പച്ചയായ മനുഷ്യരെ നമ്മളെ എല്ലാവരെയും പടച്ചോൻ കാക്കട്ടെ. ആമീൻ. എന്നാൽ ഇന്നു മുതൽ ഞാനും എൻ്റെ പെങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ അംഗമാവുകയാണ്. ഈ കൂട്ടത്തിൽ ഭ്രാന്തന്മാർ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും ഭ്രാന്തന്മാരാണ് പെങ്ങളെ. എനിക്ക് പേടിയാ നിക്ക. എന്തിനാ പേടിക്കുന്നത്? നമ്മളൊക്കെ 2 കാലുള്ള മനുഷ്യന്മാരല്ലേ. ഈ കുടുംബത്തിലേക്ക്, പുതിയ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് ഐശ്വര്യമായി കടന്നു വന്നവരല്ലേ നിങ്ങൾ? സ്വയം എരിഞ്ഞു തീരുമ്പോഴും അന്യർക്ക് വെളിച്ചമാവാം. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കഴിഞ്ഞ കാല കഥകൾ പറയാനുള്ള ഒരുക്കത്തിലായിരുന്നു. ഒരു കഥ കൂടി. എന്നാ ആരാ ഇത് പറഞ്ഞു തുടങ്ങുന്നത്? പ്രായം കുറഞ്ഞവരിൽ നിന്നും തുടങ്ങാം. പ്രായം കൂടിയവരിൽ നിന്നല്ലേ തുടങ്ങേണ്ടത്? ചെറിയവരിൽ നിന്നല്ലേ നല്ലത്? ചെറിയവരിൽ ചെറിയ ചെറിയ കഥകളല്ലേ കാണൂ. എന്നാ പിന്നെ ഞാൻ തന്നെ തുടങ്ങാം. ഞാൻ +2 നല്ല മാർക്കോടെ വിജയിച്ച് ഡിഗ്രിക്കുള്ള ഒരുക്കത്തിലായിരുന്നു. പെട്ടെന്ന് ബാപ്പ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഞാൻ ഒറ്റ മകനായിരുന്നു. ബാപ്പാക്ക് സമ്പത്ത് അധികമുണ്ടായിരുന്നു. എനിക്കും ഉമ്മാക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ബാപ്പ വാങ്ങിത്തന്ന ഐഫോൺ അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ഇതറിഞ്ഞ ഉമ്മ എൻ്റെ ഫോൺ എടുത്തു മാറ്റി. അവളെ കാണാനും ഇടപെടാനും കഴിയാതെ വന്നപ്പോൾ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചു. എന്നിട്ട് എൻ്റെ കുറേ കൂട്ടുകാർ ചേർന്ന് എന്നെ ആശ്വസിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, സുഖിപ്പിച്ചു. അവരെന്നെ ഒരു പ്രത്യേകതരം സിഗരറ്റ് വലിപ്പിക്കുമായിരുന്നു. അതിലുള്ള ആനന്ദം എന്നെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചു. ഉമ്മ രാക്ഷസിയെ പോലെ പെരുമാറാൻ തുടങ്ങി. അപ്പോൾ ഉമ്മയെ എനിക്ക് വേണ്ടതായി. ഉമ്മതൻ മടിത്തട്ടാദ്യ വിദ്യാലയം, ഉമ്മ 1000 അധ്യാപകൻ, ഉമ്മതൻ അമ്മിഞ്ഞ പാലമൃതം, ഉമ്മതൻ കാൽ ചുവടാണ് സ്വർഗം. അമ്മ, കുഞ്ഞെ, നീ ഇങ്ങനെയൊന്നും കഴിയേണ്ടവനല്ല. നിനക്കൊരു ജീവിതമുണ്ട് ജീവിച്ചു തീർക്കാൻ. ഇന്നലെ അങ്ങനെ, ഇന്നിങ്ങനെ, നാളെ എങ്ങനെയെന്നാവരുത്. നാളെ സ്വർഗതുല്യമായ ഒരു ജീവിതം നീ ഉമ്മയുമൊത്ത് ജീവിക്കണം. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യും. മാഷെ, തീർന്നില്ല. അവൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. വീടുമായുള്ള പ്രശ്നം മനസ്സിലാക്കിയ അവൾ ഇന്ന് എന്നെ പരിഗണിക്കുന്നില്ല. ഇവനിതെവിടെ പോയി? കുഞ്ഞിക്കിളി, ഹേ കുഞ്ഞിക്കിളി, ഒന്ന് മുകളിൽ നോക്ക്. ഇത് എവിടെ? നീ എങ്ങനെ ഇതിന്റെ മുകളിലെത്തി? മുകളിൽ വരുന്നോ?
എനക്ക് പേടിയാ. എന്ത് പേടി? മുകളിൽ കയറി വാ, നമുക്കിവിടെ ലൈലാ മജ്നൂൻ കളിക്കാം. ലൈല മജ്നു കളിച്ചത് മരത്തിന്റെ മുകളിലാ, മണലിലല്ലേ? കളിക്കായിരുന്നു. പക്ഷെ ഞാനങ്ങനെ ഇതിന്റെ മുകളിലേക്ക് വരല്. നീ താഴേക്ക് വാ, നമുക്ക് ബദ്രുൽ മുനീറും ഉസ്നുൽ ജമാലും കളിക്കാം. ഒന്ന് മുകളിൽ കയറി വാ, നമുക്കിവിടെ മൊന്തിയാവോളം സംസാരിച്ചിരിക്കാം. അയ്യടാ, എന്നിട്ട് വേണം വീട്ടിൽ ചെന്നിട്ട് പുലരോളം അടി മേടിക്കാൻ. നിന്നെ ഞാൻ രാത്രി വീട്ടിൽ കൊണ്ടുവിടാം. ഓഹോ, അതിന് നീ ആരാ? എന്റെ കെട്ടിയോനാ? കെട്ടിയോനല്ലെങ്കിലും കെട്ടാൻ പോകുന്നതിനല്ലേ. ഏതായാലും നീ മുകളിൽ കയറി. എങ്ങനെ കേറല്? അത് നിന്നെ ഞാന് മായാവിയെ പോലെ മുകളിൽ കയറ്റും. എന്നിട്ട് വേണം ഒരു മാമ്പഴം പോലെ താഴേക്ക് വീഴാൻ. മാമ്പഴം പോലെ താഴെ വീണാലേ നിന്നെ ഞാൻ കടിച്ചു തിന്നു. വാ സുബൈദ, വാ, കൈപിടി. എനക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, വാ, ഞാൻ പിടിക്കാം. വാ, നേരെ പിടിക്കണേ. വാ. എടാ വിടല്ലേ. കേറാൻ കേറി, ഇനിയിപ്പോ എങ്ങനെ താഴേക്ക് ഇറങ്ങല്? മുകളിലോട്ട് കയറിയ ആൾക്ക് താഴെ ഇറങ്ങാനാണോ ബുദ്ധിമുട്ട്? കണ്ണടച്ച് കയ്യും കാലും കളിക്കാ മതി, നമ്മളങ്ങ് താഴെ എത്തിക്കോളും. മുകളിലേക്ക് പിടിച്ചു വലിച്ചു കേട്ടിട്ട് ഇപ്പൊ കളിയാക്കുവല്ലേ? ഞാൻ കാര്യം പറഞ്ഞതാ, താഴെ ഇറങ്ങാൻ ഞാൻ കാണിച്ചു തരട്ടെ. അപ്പൊ ചാടി കാണിക്കട്ടെ? എടാ വേണ്ട വേണ്ട, ചാടല്ലേ ചാടല്ലേ. കണ്ടോ? അയ്യോ, ഞാനിവിടെ ഒറ്റക്കായി. എടാ എന്നൊന്ന് ഇറക്കടാ. വാ, എങ്ങനെ? പേടിക്കണ്ട. എനക്ക് പേടിയാവുന്നടാ. നീ പിടിക്കണേ. ചാട്. നീ ഒരു പാട്ട് പാട്. ഞാനോ? ആ, നീ അന്ന് യുവജനോത്സവത്തിന് പാടിയ പാട്ടില്ലേ, അതൊന്ന് പാടുവോ? അത് വേണോ? വേണം. എന്നാ ശരി. അമ്പലമുറ്റത്ത് ആഴക്കുളത്തില് അഴകുവിടർത്തിയ പൂവേ, അമ്പലമുറ്റത്ത് ആഴക്കുളത്തില് അഴകുവിടർത്തിയ പൂവേ, അഴകുവിടർത്തിയ പൂവേ, നീയറിയുന്നു നീരിക്കും ജലം ആഴമതെത്രയുണ്ടെന്ന്, ആഴമതെത്രയുണ്ടെന്ന്, അമ്പലമുറ്റത്ത് ആഴക്കുളത്തില് അഴകുവിടർത്തിയ പൂവേ, അഴകുവിടർത്തിയ പൂവേ. അമ്പലപൂജയും ഉത്സവരാവും ആയിരം രാവു നീ കണ്ടാലും, അമ്പലപൂജയും ഉത്സവരാവും ആയിരം രാവു നീ കണ്ടാലും, ആഴക്കുളത്തിൻ്റെ ആഴത്തിലെത്താൻ ആരുടെ പക്കൽ നീ കേണിടും പൂവേ. സുബൈദ, 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 ഒന്ന് നിക്ക്, ഒന്ന് പറഞ്ഞോട്ടെ. എന്താ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സുബൈദ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല. നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് സുബൈദ. ഞാൻ എന്തിനാ നിന്റെ അവസ്ഥ മനസ്സിലാക്കുന്നേ? എന്തേ നീ എന്നെ സ്നേഹിക്കാത്ത? നിന്നെ സ്നേഹിക്കാൻ മനസ്സില്ല. മനസ്സിലൊരിത്തിരി സ്നേഹം മതി സുബൈദ. ഒരിത്തിരി സ്നേഹം പോലും എനിക്ക് നിന്നോടില്ല. മനസ്സ് മുഴുവൻ നീയാണെന്നും
വേറൊരു പുരുഷനെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റൂലെന്നും നീ അന്ന് എന്നോട് പറഞ്ഞതല്ലേ? അത് അപ്പോഴേ കഴിഞ്ഞു. അന്ന് നീ ഒരു മനുഷ്യനായിരുന്നു. അപ്പോ ഇന്ന് ഞാൻ നൊന്തു പ്രസവിച്ച ഉമ്മേനെ വരെ വെറുക്കുന്ന നീ ഒരു മനുഷ്യനാണോ? ഉമ്മയെ ഞാൻ വെറുത്തതല്ല സുബൈദ. നിന്നെ സ്നേഹിച്ചപ്പോൾ ഉമ്മ എന്നെ വെറുത്തതാണ്. സ്വന്തം ഉമ്മേനെ വരെ വെറുപ്പിച്ചിട്ട് എൻ്റെ പിറകെ വരാൻ മാത്രം ഞാൻ നിന്റെ ആരാ? ഞാൻ നിന്റെ ആരുമല്ല. സ്നേഹിച്ച പെണ്ണിനെ മറക്കാനും വെറുക്കാനും നിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അത് കേൾക്കണം. ഉമ്മയുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഉമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. മറ്റൊരാളുടെ സ്നേഹത്തിനും അതിന് പകരമാവാൻ പറ്റില്ല. നീ പോ, ചെന്നുപോയി ഉമ്മയുടെ കാൽ വീണ് മാപ്പ് ചോദിക്കും. സുബൈദ, മാഷേ, ഞാൻ അപ്പോൾ തന്നെ ഉമ്മയെ കാണാൻ വീട്ടിലേക്ക് ഓടിപ്പോയി. പക്ഷെ ഉമ്മ എന്നെ വീട്ടിൽ കയറ്റിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും മാഷേ? എന്താ ശബ്ദം കേട്ടോ? ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? നമുക്കിവിടെ നിൽക്കണ്ട, എടാ നമുക്ക് പോവാം. വേദനിക്കരുത്. ഉമ്മയെ കണ്ട് സംസാരിക്കണം. ഒക്കെ നേരെയാവും. മാതൃസ്നേഹം ഹൃദയത്തിലുള്ളതാണ്. അതൊരിക്കലും അണയില്ല. മക്കളുടെ നന്മ നിറഞ്ഞ ജീവിതം കാണുമ്പോൾ ആ ഹൃദയം ജ്വലിച്ചു നിൽക്കും. മാഷന്റെ കൂടെ ഒന്ന് വരുവോ? ഉമ്മാനെ ഒന്ന് സമാധാനപ്പെടുത്തുവോ? ഞാൻ നല്ലവനായി ജീവിക്കാൻ ശ്രമിക്കും. ഒരു മോശത്തരവും ഞാൻ ഇനി ചെയ്യൂല. മാഷേ, ഞാനും കൂടെ വരാം. ഇവൻ്റെ ഉമ്മയെയും അതുപോലെ ഇവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെയും കണ്ടിട്ട് എല്ലാം പറഞ്ഞ് ശരിയാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് നമുക്ക് വഴിയൊരുക്കാം. കല്യാണകാര്യമൊക്കെ ശരിയായില്ലേ? അപ്പൊ നമുക്ക് ഇതിനൊരു കൊഴുപ്പ് കൂട്ടണ്ടേ? നമ്മുടെയൊക്കെ കഴിഞ്ഞ കാല കഥകൾ പറയാൻ തുടങ്ങിയിട്ട് വേറെ എവിടെ എത്തി? അമ്മ പ്രസവിച്ചിട്ട് അമ്മ തൊട്ടിലിട്ട് തടിയൂരി ഞാനാകുന്ന ഈ ജന്മം 25 വർഷം പിന്നിട്ട് ഇവിടെ എത്തി. മേലെ ആകാശം, താഴെ ഭൂമി. കള്ളു കുടിച്ചില്ല, കഞ്ചാവ് വലിച്ചില്ല, മോഷ്ടിച്ചില്ല, വ്യഭിചരിച്ചില്ല. ദൈവത്തിന്റെ ഭൂമിയിൽ ലക്ഷ്യമില്ലാതെ തിണ്ടുന്നു. അപ്പൊ ഞാനോ കള്ളു കുടിക്കുന്നു, കഞ്ചാവ് അടിക്കുന്നു, മോഷ്ടിക്കുന്നു, പക്ഷെ വ്യഭിചരിക്കുന്നില്ല. എല്ലാ സ്ത്രീകളും എന്റെ സഹോദരിമാരാണ്. അപ്പൊ ഞാനോ? നിന്നെ ഞാൻ കെട്ടാനേറ്റിട്ടുണ്ടോ? ഈ ഭൂമിയിൽ ഒരു പെണ്ണിനെയും ഞാൻ കെട്ടില്ല. അപ്പൊ ഞാൻ സ്വർഗലോകത്ത് വെച്ച് കെട്ടിക്കോളാം. എനിക്കൊരു കഥ പറയാനുണ്ട്. എനിക്ക് മലയാളം നന്നായി പറയാനറിയാം. പക്ഷെ മലയാളത്തിൽ പറഞ്ഞാൽ തെറിക്കൊരു പവർ കിട്ടുന്നില്ല. ഇവിടെ നിങ്ങളൊക്കെ എന്തിനാ കൂടിയേ? ഒരു രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടിയിട്ട്. അത് ഇവിടെയും കിട്ടുന്നില്ല അച്ഛാ. മാഷിന് കാര്യങ്ങളൊന്നും പറയാനില്ലേ? എങ്കിലും ഞാൻ പറയാം. അച്ഛൻ വരുമ്പോ അമ്മ വഴക്കിനൊന്നും പോണ്ട. അമ്മ കേട്ടിരിക്കണമെന്നല്ല. അച്ഛൻ കള്ളു കുടിച്ച് വഴക്ക് പറയെങ്കിലും അച്ഛൻ നമുക്ക് വേണ്ടതെല്ലാം വാങ്ങി തരുന്നില്ലേ? അച്ഛൻ പാവമാണമ്മേ. പാവം. വെക്കേഷൻ ആയാലേ ഊട്ടിക്ക് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനു ഊട്ടിക്ക് വന്നേ? പോകുമ്പോ ഇടുന്നും കുടിക്കും, പോയിട്ട് അവിടെ എത്തിയിട്ടാകുമ്പോ അവിടുന്ന് വയറിറച്ചും കുടിക്കും. പിന്നെ എന്തിനീ പോന്ത്? പുളിച്ച ശ്വാസം തിന്നിട്ട് അവിടെ കിടന്നുറങ്ങാനാ? ഊട്ടിക്ക് പോകുമ്പോ ഞാൻ അച്ഛനോട് പറയാ കുടിക്കണ്ടെന്ന്. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവി. സുന്ദരിയായിരിക്കുന്നില്ലോടി, നിന്നെ കാണാൻ വന്നോടി. സുന്ദരിയല്ല, വന്നല്ലോ സുന്ദരൻ. നല്ല മണവാളനായിട്ടുണ്ട് സുന്ദരനെ. അപ്പുറം കവലയില് പാട്ടാണല്ലോ നിന്റെ ചീരാവതി കഥകൾ. അനാവശ്യം പറയരുത് കേട്ടോ. എന്താക്കും? എനിക്ക് അനാവശ്യം ചെയ്യാം, എനിക്ക് പറഞ്ഞുകൂടാ. വർഷങ്ങളേറെ ഞാൻ സഹിക്കുന്നത്, ഇനിയും സഹിക്കൂല. നീ സഹിക്കുകയടി. അയ്യോ അച്ഛാ.
നാദാപുരം സ്വദേശികളാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വലിയൊരു വർഗീയ കലാപം നടന്നിരുന്നു. തൊട്ടടുത്ത വീട്ടിലെ അനന്തൻ ചേട്ടൻ എൻ്റെ ബാപ്പാൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അവരെ വർഗീയ ഭ്രാന്തന്മാർ വെട്ടി നുറുക്കുന്നത് കണ്ട് തടുക്കാൻ ചെന്ന എൻ്റെ ബാപ്പാനെ അവർ കഴുത്തെടുത്ത് കൊന്നു. ഞങ്ങളുടെ വീടിന് അവർ തീയിട്ടു. എൻ്റെ ഉമ്മ വെന്ത് മരിച്ചു. പിന്നെ എന്നെയും എൻ്റെ ഈ കൊച്ചു പെങ്ങളെയും അവരാക്രമിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. മരണം ഞങ്ങളുടെ മുമ്പിൽ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഒരു സഹോദരൻ വന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. മക്കളെ ഓടി രക്ഷപ്പെട്ടോ, അവന്മാർ പറയുന്നുണ്ട്. എങ്ങോട്ടെന്നില്ലാതെ ഞങ്ങൾ ഓടി ഒരു റെയിൽവേ സ്റ്റേഷനിലെത്തി. കള്ളവണ്ടി കയറി അങ്ങ് ദൂരെ എവിടെയോ എത്തി. അതേത് നാടാണെന്ന് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത്. ഔറംഗാബാദ്. 6 മാസം മുമ്പ് സ്വദേശം തേടി ഞങ്ങൾ നാദാപുരത്തെത്തി. അവിടെ വലിയ വലിയ മണിമന്ദിരങ്ങൾ കാണാം. ഞങ്ങൾക്ക് അവിടെ ഒന്നുമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കേരളത്തിൻ്റെ വടക്കേ അറ്റമായ ഈ തലപ്പാടിയിൽ ഇവിടെ ഈ കടപ്പുറത്ത് താമസമാക്കി. നമ്മൾ എന്നും ഈ കടപ്പുറത്ത് താമസിക്കാനാണോ? എൻ്റെ കൊച്ചുപെങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ തോന്നാൻ ഇവിടുത്തെ കടലിൻ്റെ മക്കള് നമുക്കൊരു ഉപദ്രവം തന്നില്ലല്ലോ. ഇവിടുത്തെ ആളുകൾ നമ്മുടെ സഹോദരങ്ങളല്ലേ. അന്യമതസ്ഥരാണെങ്കിലും അവർ നമ്മളോട് കാണിച്ച സ്നേഹവും കരുതലും കാണുമ്പോൾ എന്നാലും നമുക്കും വേണ്ട ഒരു വീട്. എല്ലാം മനസ്സിലാവുന്നുണ്ട്. പറയുമ്പോ എനിക്കൊരു പുതിയാപ്പളയെന്ന് കൂടി ചേർത്ത് പറയായിരുന്നില്ലേ? നിന്റെ തോളത്ത് തട്ടി ഉറക്കിയിട്ട് ഞാനും ഇവിടെ ഉറങ്ങുമെന്നാണോ നീ കരുതിയത്? ഇല്ല പെങ്ങളെ, ഞാൻ ഉറങ്ങാറില്ല. നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കയ്യിൽ പിടിച്ചു കൊടുത്തിട്ട് ഇവിടുത്തെ മക്കളുടെ കൂടെ കടലിൽ പണിയെടുത്ത് കുറച്ച് പൈസ ഉണ്ടാക്കി എനിക്ക് ചിലതൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ പെങ്ങള് എന്നും പടച്ചോനോട് പ്രാർത്ഥിക്കും. അവൻ എല്ലാറ്റിനും ഒരു വഴി കാണിക്കും. സാറേ ഇവരാ. പോലീസ്. അപ്പൊ രണ്ടുപേർക്കും വാശി തന്നെ അല്ലേ? ഇല്ല സർ, ഞങ്ങൾക്ക് വാശിയില്ല. പിന്നെ ഈ കടപ്പുറത്ത് ഈ പെൺകുട്ടിയും കൊണ്ട് താമസിക്കാൻ പറ്റില്ലെന്ന് എത്ര വർഷം പറഞ്ഞു? പോവാൻ ഇടമില്ലാത്തതുകൊണ്ടാ സാർ. മകളോ പെങ്ങളോ എന്താവട്ടെ, നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ? എങ്കിൽ പിന്നെ വാടകയ്ക്ക് ഒരു വീടെടുത്ത് താമസിക്കാമല്ലോ നിങ്ങൾക്ക്. ഇല്ല സാർ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ഒരു ജോലിയാകുന്നത് വരെ കടലിൻ്റെ മക്കൾ തരുന്ന ഭക്ഷണവും കഴിച്ച് ഞങ്ങൾ ഇവിടെ കഴിഞ്ഞോളാം സാർ. പറ്റില്ല. നിങ്ങളെക്കുറിച്ച് സ്റ്റേഷനിലേക്ക് പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്താണ് മാഡം പരാതി? അധിക പ്രസംഗമൊന്നും വേണ്ട, ഞങ്ങൾ പോലീസുകാർ പറയുന്നതനുസരിച്ചാൽ മതി. സാറേ, ഈ കടപ്പുറത്ത് വിശാലമായ സ്ഥലമാണ്. ഈ 2 സാധുക്കളോട് ജീവിക്കുന്നതിൽ സാറന്മാർക്ക് എന്താ പ്രശ്നം? സാറേ, ഇത് ഞങ്ങളെ കൊച്ചു പെങ്ങളും ഞങ്ങളെ ചേട്ടനുമാണത്. അവരിവിടെ ജീവിച്ചോട്ടെ. അതാണ് പ്രശ്നം. ഒരു സമുദായക്കാർ മാത്രം താമസിക്കുന്ന പ്രദേശത്ത് മറ്റു സമുദായക്കാർ താമസിക്കുന്നു, ഊരും പേരുമില്ലാതെ. അതാണ് പരാതി. നമ്മളിനി എങ്ങോട്ട് പോയിക്കാം? ഇല്ല പെങ്ങളെ, നമ്മൾ എവിടെയും പോകുന്നില്ല. അത്രക്കായോ? നടക്കണ സ്റ്റേഷനിലേക്ക്. സാർ, നിങ്ങളുടെ കൃത്യനിർവഹണത്തിന് ഞാൻ ഒരിക്കലും എതിരല്ല. പക്ഷേ നിങ്ങളുടെ ഡാഡോ വിളി ഉണ്ടല്ലോ, അത് വേണ്ട കേട്ടോ. എനിക്ക് നല്ലൊരു പേരുണ്ട്, അലി ഫാറൂഖ്. എന്നാ പിന്നെ അലി ഫാറൂഖ് സാറേ വന്ന് വണ്ടി കയറി. വിട് സാറേ. ഒരു സമുദായക്കാർ താമസിക്കുന്നിടത്ത് മറ്റ് സമുദായക്കാർ താമസിച്ചൂടാ എന്നുള്ള പുതിയ നിയമം കൊണ്ടുവന്ന് വരട്ടാൻ നോക്കണ്ട സാറേ. എവിടെ പോയവര്? നമുക്കവരെ കിട്ടിയേ പറ്റൂ.
അങ്ങോട്ട് വാ. അവിടെ ഒരു ചെറിയ വട്ടം കാണുന്നുണ്ടാ. അവിടെ ടോർച്ചിൻ്റെ ഒരു വട്ടമാണ്. നമുക്ക് അവിടെ ഒരു തപ്പി നോക്കിയാലോ? വാ നോക്കാം. പെങ്ങളെ തൊട്ടോ ഓടിച്ചു കൊല്ലും ഞാൻ. സ്ഥലത്തേക്ക എത്തിയ ഓഹോ, ഇവരിവിടെ എത്തിയോ? ഇതെന്താ ഇവിടെ കിടക്കുന്നേ? ഇക്ക, ഇത് കടപ്പുറത്തെ മറ്റേ കേസാ. അസുത്തുക്കള് പറഞ്ഞാലൊന്നും അനുസരിക്കില്ല അല്ലേ? അതിന് മേഡം ഒന്നും പറഞ്ഞില്ലല്ലോ. ധിക്കാരം പറയുന്നോടോ പോലീസുകാരോട്? അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ മാഡം. കടപ്പുറത്ത് നിങ്ങൾക്ക് വീടുണ്ടോ? ഇല്ല, കടപ്പുറം നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമല്ല. ഇത് ബസ് സ്റ്റാൻഡാണ്. ഇതും നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലമല്ല. നീതിപാലകരുടെ ഡ്യൂട്ടി നിർവഹണത്തിന് തടസ്സമായി ഞങ്ങൾ ഒരിക്കലും നിൽക്കില്ല. വരുവങ്ങളെ, നമുക്ക് പോവാം. എവിടേക്ക്? പടച്ചോന്റെ ഭൂമി വിശാലമാണ്. അത് പടപ്പുകൾക്കുള്ളതാണ്. മാഡം, അവർ ഇവിടെ ഇരുന്നോട്ടെ. എന്തിനാ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? കണ്ട തണ്ടികൾക്ക് കിടക്കാനുള്ളതല്ല ബസ് സ്റ്റാൻഡ്. അവർ ഇവിടെ ഇരുന്നാൽ എന്താ ആകാശം ഇടിഞ്ഞു വീഴോ? മോനെ, സാരമില്ല. അവരുടെ ഡ്യൂട്ടി അവര് നിർവഹിച്ചോട്ടെ. നിങ്ങളിവിടെ ഇരുന്നോളൂ. അതല്ലാണ്ട് നിങ്ങളെവിടെ പോവാനാ? ഇവിടുന്ന് മറ്റൊരിടത്തേക്ക്, അവിടുന്ന് വേറൊരിടത്തേക്ക്, അവിടുന്ന് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ പക വെച്ച് അവരിവിടെ വന്നാൽ നമ്മളാ പഴയ പല്ലവി ഉണ്ടല്ലോ, റാണ്ടേ മാഘ. അവർ വരട്ടെ, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. മാഷേ, മാഷെ, മാഷെ പോലുള്ളൊരു വലിയ മനുഷ്യൻ മനുഷ്യനായാൽ ഭൂമി സ്വർഗമാകും. അത് സത്യമാണ്. നിങ്ങൾക്കിവിടെ പേടിയുണ്ടെങ്കിൽ എൻ്റെ വലിയ തറവാട് വീടുണ്ട്. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല. നിങ്ങളെ ഞാൻ അവിടെ താമസിപ്പിക്കും. കണ്ണുനീർ വറ്റി കരളുകളുരുകി കണ്ണീരുണങ്ങാത്ത ദിനരാത്രമുണ്ട്. കണ്ണുനീർ വറ്റി കരളുകളുരുകി കണ്ണീരുണങ്ങാത്ത ദിനരാത്രമുണ്ട്.